പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എങ്ങനെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ ജയരാമൻ പകച്ചുപോയിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു പിടുത്തവുമില്ല. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇനി എന്തു ചെയ്യും? അപ്പോഴാണ് ഗായത്രിക്ക് ആ ഫോട്ടോ കണ്ട് ഓർമ്മകൾ തിരികെ ലഭിക്കുന്നത്. അബി, എൻ്റെ മകൻ അബി, അവൻ എവിടെ? അവൻ എൻ്റെ കൂടെ ഇല്ലല്ലോ. എന്താണ് അവന് സംഭവിച്ചത് മുതലായ ചോദ്യങ്ങളാണ് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുന്നത്. ഇതോടെ ഫോട്ടോയും എടുത്തുകൊണ്ട് ചെന്നിരിക്കുകയാണ് ഇപ്പോൾ ജയരാമന്റെ അടുത്തേക്ക്. അപ്രതീക്ഷിതമായുള്ള ഈ കടന്നുവരവും ജയരാമനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചതും ജയരാമനെ ഞെട്ടിച്ചതിനെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നോക്കുകയാണ് ഇപ്പോൾ ജയരാമൻ. ഇതോടെ ഫോട്ടോയിൽ അബിയെ ചൂണ്ടിക്കാട്ടി ഗായത്രി ചോദിക്കുകയാണ്, എവിടെയാണ് എൻ്റെ മകൻ അബി? എനിക്കവനെ കാണണം. ഇതോടെ സന്തോഷം ആവുകയാണ് ജയരാമന്. ഞാൻ കാണിച്ചു തരാം, അബി എവിടെയാണ് എന്ന് എനിക്കറിയാം. ഞാൻ കാണിച്ചു തരാം അവനെ. പോരെ ഗായത്രി, നീ ധൈര്യമായിരിക്കെ. നിന്റെ മകന് ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുപോകാം നിന്നെ അവനുടെ അടുത്ത്. പോരെ? ശരി, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക. ഞാൻ അവന്റെ അവസ്ഥ എന്തായി എന്നുള്ള കാര്യം ആലോചിച്ച് ഒരു തീരുമാനമുണ്ടാക്കട്ടെ. ഇതോടെ ഇനി ദേവബാലയുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെയാണ് ഇപ്പോൾ അബിയെ കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് അയാൾ. കാര്യം അത്ര എളുപ്പമല്ല. ഒരാളുടെ കൂടി സഹായം അത്യാവശ്യമാണ്. അതിന് പ്രമീളയെ ചെന്ന് കാണുക തന്നെ വേണം. പ്രമീള ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ ഡെഫിനറ്റ്ലി സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് പോയി കാണുക തന്നെ. ഈ കാര്യം ഉറപ്പിച്ച് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ജയരാമൻ. ഇതിനിടയിലാണ് തന്നെയും ഇപ്പോൾ സോന ദേശായി ചതിക്കുകയാണ് എന്നുള്ള കാര്യം രാഹുൽ മനസ്സിലാക്കുന്നത്. സ്വത്തുക്കൾക്ക് വേണ്ടി കൂടെ നിന്ന അവർ സ്വത്തുക്കൾ കൈക്കലാക്കിയപ്പോൾ എന്നെ തള്ളിപ്പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യണം? ആ ഒരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ഇതോടെ സോനം ദേശായി ഇനി ഇഷയുടെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ കൈക്കലാക്കും എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ഈ ചതി മനസ്സിലാക്കുന്ന രാഹുൽ സോനം ദേശായിക്ക് എതിരായി കടന്നു വരികയാണ്. എന്നെയും പറ്റിച്ച് അങ്ങനെ അവർ സ്വത്തുക്കൾ കൊണ്ടുപോകേണ്ടതില്ല, ഞാൻ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് വരികയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.